വേവുകൾ. രചന ബിപിൻ രാംദാസ്. ശബ്ദം നിഷ സിൻസിയർ. ഒരിക്കൽ നിലം തൊടാതെ ഞാൻ ഏറെ ചിന്തിക്കുമായിരുന്നു. നിലം തൊടാതെ യാത്രകളും ചെയ്യുമായിരുന്നു. ഒരിക്കൽ നിലം തൊടാതെ ഞാൻ ഏറെ ചിന്തിക്കുമായിരുന്നു. നിലം തൊടാതെ യാത്രകളും ചെയ്യുമായിരുന്നു. പനമ്പിള്ളി തുരുത്തിലെ വീട്ടിൽ ഞാനെന്ന കുഞ്ഞ് അമ്മ വരുന്നതും കാത്തിരിക്കുമ്പോൾ മുറ്റത്തെ തൈത്തെങ്ങിൻ്റെ പട്ടയിൽ നിന്നുള്ള കാക്കക്കരച്ചിലിന് വിശപ്പിൻ്റെ താളമായിരുന്നു. അച്ഛൻ ഉപേക്ഷിച്ചു പോയി എന്ന് കരുതി അമ്മ തോറ്റില്ല. കോലുപോലെ മെലിഞ്ഞ രൂപം 3 വീട്ടിലാണ് പഠിക്കാൻ പോകുന്നത്. മൂന്ന് തരം അടുപ്പുകൾ, 3 തരം വേവുകൾ. ചിലപ്പോൾ 3 തുരുത്തുകളായി നിന്ന് കത്തും. ഓരോ തുരുത്തിലും കാക്കകളുടെ കരച്ചിലിന് ശബ്ദ വ്യത്യാസങ്ങളുണ്ട്. വിശപ്പിൻ്റെയും വേവലാതികളുടെയും അതിജീവനത്തിൻ്റെയും ശബ്ദങ്ങളല്ലാതെ വേറെ എന്തൊക്കെയോ കലപ്പുന്നു. അമ്മയുടെ ഒക്കത്ത് കയറി എൻ്റെ യാത്ര തുരുത്തുകൾ 3 താണ്ടി. ഒരിക്കൽ വേവ് നോക്കാതെ പാകം ചെയ്ത തെറ്റിനെ അമ്മയേറെ പഴി കേട്ടു. പഴിച്ചവർക്ക് സഹതാപം വന്നപ്പോൾ അവർ കുശലം ചോദിച്ചു. മോനെത്ര വയസ്സായി? 14. എന്നാ പറ്റിയതാ? അരക്കി കീപ്പോട്ട് തളർന്നുപോയി. അമ്മയുടെ ഒക്കത്തിരുന്നുള്ള തിരികെ യാത്രയിൽ ഞാൻ ചിന്തകളെ തുറന്നുവിട്ടു. കാക്കകളെ പോലെയാണ് എന്നിലെ വിശപ്പ്. എത്ര ആട്ടിയകറ്റിയെന്നാലും അത്രമേൽ ആർത്തിയോടെ കൊത്തിപ്പെറുക്കാൻ അവ എന്നിലേക്ക് കാറിയെടുക്കും. കാക്കകളെ പോലെയാണ് എന്നിലെ വിശപ്പ്. എത്ര ആട്ടിയകറ്റിയെന്നാലും അത്രമേൽ ആർത്തിയോടെ കൊത്തിപ്പെറുക്കാൻ അവ എന്നിലേക്ക് കാറിയെടുക്കും. പഴമയുടെ കറുത്ത നാരുകൾ ഒന്നുപോലും ബാക്കിയില്ലാതെ എൻ്റെ തലയും അമ്മയുടേതുപോലെ നരച്ചു തീർന്നിരിക്കുന്നു. ഇനി ഞാനും അമ്മയെപ്പോലെ കൂനി വളയുമോ എന്നതിലേക്കാണ് എൻ്റെ വേവലാതി കണ്ണെത്തിക്കുന്നത്. അമ്മ എന്നെ താഴെ ഇരുത്തി അടുപ്പുകരലിനിടയിലേക്ക് വേവ് നോക്കാൻ പോയി. സമയം ദിവസങ്ങൾ താണ്ടുമ്പോൾ എനിക്ക് ചുറ്റും കാക്കക്കരച്ചിലുകൾക്ക് ആക്കം കൂടുന്നു. അമ്മ എന്നെ താഴെ ഇരുത്തി അടുപ്പുകരലിനിടയ്ക്ക് വേവ് നോക്കാൻ പോയി. സമയം ദിവസങ്ങൾ താണ്ടുമ്പോൾ എനിക്ക് ചുറ്റും കാക്കക്കരച്ചിലുകൾക്ക് ആക്കം കൂടുന്നു.